നമ്മൾ വന്ന് നവീകരണം ഇന്ന് പ്രകടനമായി മാറി. നവീകരണം ഇന്ന് പ്രകടനമായി മാറി. നവീകരണം ഇന്ന് നാലാള് കാണുന്നതിന്റെ ആഘോഷമാക്കി രൂപാന്തരപ്പെടുത്തി, തരം താഴ്ത്തി. നാലാള് കാണുന്ന ആഘോഷമായി നവീകരണത്തെ തരം താഴ്ത്തി. ചിലപ്പോഴെങ്കിലുമൊക്കെ സങ്കടം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ പള്ളിയിലൊക്കെ ചിലപ്പോ കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ബുക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം ഇതാണ്: എത്ര പേരെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം? എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഈ കലാപരിപാടിക്ക് എത്ര പേര് കാഴ്ചക്കാരുണ്ടാവും? ഈ കലാപരിപാടിക്ക് എത്ര പേര് കാഴ്ചക്കാരുണ്ടാവും? നമ്മളെ സാരമായ മാറ്റത്തെ, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാരമായ മാറ്റത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാവുക. കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കാനായി കർത്താവ് ആവശ്യപ്പെട്ടതിൻ്റെ പൊരുൾ എന്തെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുക. കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കാനായി കർത്താവ് ആവശ്യപ്പെട്ടതിൻ്റെ പൊരുൾ എന്തെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയുക. ഈ കാലഘട്ടം ഇത് ഷോയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടം ഒരു ഷോയുടെ കാലഘട്ടമാണ്, പ്രകടനങ്ങളുടെ കാലഘട്ടമാണ്. അതിനോട് നമ്മൾ അറിയാതെ സമരസപ്പെട്ടു പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നവീകരണത്തിന് ഇന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നവീകരണത്തെ പറ്റി ഞാൻ വളരെ വ്യക്തതയോടുകൂടി തന്നെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ പറയും, നമുക്ക് വന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നവീകരണത്തെ നാം ഒരു പ്രസ്ഥാനമാക്കി മാറ്റി. നവീകരണത്തെ നാം ഒരു പ്രസ്ഥാനമാക്കി മാറ്റി. നവീകരണത്തെ പ്രസ്ഥാനമാക്കി മാറ്റിയത് കൊണ്ട് നാം ഫരിസേയ മനോഭാവമുള്ളവരായി മാറി. ചിലപ്പോഴെങ്കിലുമൊക്കെ ഫരിസേയ മനോഭാവമുള്ളവരായി നമ്മൾ രൂപാന്തരപ്പെട്ടു. ഈ ഫരിസേയ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ കാര്യം ഇതാണ്: അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും അവരാണ് ശരിയെന്നും മറ്റുള്ളവരാരും ശരിയല്ല എന്നുമൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഈ ശരിയുടെ വഴിയെ ഞാനാണെന്ന് സ്വയം അവരോധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയത് കൊണ്ട് ഉണ്ടായ മാറ്റം ഇതാണ്. എന്നിലാണ് മാറ്റം വരേണ്ടതെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് നേരമില്ലാതെ പോകുന്നു. എന്നിലാ മാറ്റം വരേണ്ടത്, ഞാനാ മാറേണ്ടതെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് നമുക്കിന്നും ഏറ്റവും വലിയ കാര്യമായിട്ട് മാറുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇനി നവീകരണം, ഇനി നമ്മളിൽ ഒരു മാറ്റവും വരാനില്ല. നമ്മളൊക്കെ മാറിയ മനുഷ്യരാണ്, നമ്മളിലൊക്കെ നന്മയുള്ള മനുഷ്യരാണ്, മറ്റുള്ളവരെയാണ് മാറ്റേണ്ടതെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആവലാതിയും പരാതിയും, ചില സമയത്ത് നമ്മളുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ഞെട്ടലുണ്ടാകും. ലോകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, മാനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ഈ കർത്താവിനെ കണ്ടുമുട്ടാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ പറയുന്ന ഇതിനൊക്കെ മുമ്പ് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്: കർത്താവെ, എന്നെ ഒന്ന് ശരിയാക്കി തരണമേ, എന്നെ ഒന്ന് ശരിയാക്കി തരണമേ. ലോകം മുഴുവനും നന്നാകാൻ തീരുമാനിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ലോകം മുഴുവനെയും നന്നാക്കി കഴിഞ്ഞിട്ട് ബാക്കി സമയം കിട്ടിയാൽ നന്നാകാമെന്ന് തീരുമാനിക്കുന്ന മനുഷ്യരാ. ഓർക്കണം, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്: തെളിച്ചു വെച്ചിരിക്കുന്ന വിളക്കില് എണ്ണ തീരുന്നത് നീ അറിയാതെ പോയാൽ, തെളിച്ചു വെച്ചിരിക്കുന്ന വിളക്കില് എണ്ണ തീരുന്നത് നീ അറിയാതെ പോയാൽ കാഹളത്തിന്റെ സമയത്ത് നീ പുറത്താക്കപ്പെടും. കാഹളത്തിന്റെ നിമിഷത്തില് നീ പുറത്താക്കപ്പെടും. എന്തിനു വേണ്ടിയാണോ നീ ഒരുങ്ങിയത്? 10 കന്യകമാരുടെ ഉപമ വായിക്കുന്ന സമയത്ത് 10 കന്യകമാരുടെ ഉപമയിൽ നാം കാണുന്ന കാര്യം ഇതാണ്: 10 കന്യകമാരും ഒരുങ്ങിയാ വന്നത്. 10 കന്യകമാരും വന്നത് മണവാളനെ സ്വീകരിക്കാനാ. 10 കന്യകമാരുടെ നിയോഗം അതായിരുന്നു. ഒരേ നിയോഗത്തോടു കൂടി വന്നവർ, ഒരേ ഇഷ്ടത്തോടും ആഗ്രഹത്തോടും കൂടി വന്നവർ. അവർ കയ്യിൽ കരുതിയിരുന്നതും ഈ ഒരു നിയോഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്ത് പറ്റി 5 പേർക്ക്? 5 പേർക്ക് എന്ത് പറ്റി? 5 പേർ ഉറങ്ങിയല്ല, 10 പേര് ഉറങ്ങി.
ഉറക്കമൊന്നും ആരുടെ വ്യത്യസ്തതയൊന്നും ഇല്ലായിരുന്നു. 10 പേരും ഉറങ്ങി. കാഹളം കേട്ടപ്പോ 10 പേരും എഴുന്നേറ്റു. എപ്പോ വരെ? മണവാളൻ വന്ന് വിളിക്കുമെന്ന സമയത്ത്, മണവാളൻ വന്നുവെന്ന് കാഹളമുണ്ടാകുന്ന സമയത്ത് രണ്ടാമത് വിളക്ക് തെളിക്കുന്നത് വരെ 10 പേരും തുല്യരായിരുന്നു. 10 പേരും തുല്യരായിരുന്നു. വിളക്ക് തെളിക്കുന്നത് വരെ 10 പേരും തുല്യരായിരുന്നു. വിളക്ക് തെളിക്കുന്നത് വരെ 10 പേരും തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയായിരുന്നു. അല്ലേ? വിളക്ക് തെളിക്കുന്നത് വരെ 10 പേരും തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. 10 പേരും യോഗ്യതയുള്ള മനുഷ്യരുമായിരുന്നു. വിളക്ക് തെളിക്കാൻ പരിശ്രമിച്ച സമയത്താണ് മനസ്സിലായത് 5 പേര് തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലായത്. നമ്മളിപ്പോഴും വിളക്ക് തെളിക്കാതെ എണ്ണയുണ്ടെന്ന് കരുതി വിളക്കും കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. നമ്മളിപ്പോഴും വിളക്ക് തെളിക്കാതെ എണ്ണയുണ്ടെന്നുള്ള ഉറപ്പില് നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന മനുഷ്യരാണ്. എപ്പോഴാ വിളക്ക് തെളിക്കേണ്ടി വരിക? എപ്പോഴാ വിളക്ക് തെളിക്കേണ്ടി വരിക? വിളക്ക് തെളിക്കേണ്ട ഒരു സമയം വരും. പള്ളിയിൽ മണിയടിക്കും നമുക്ക് വേണ്ടി. അങ്ങനെയല്ലേ? അങ്ങനൊരു ദിവസമില്ലേ നമുക്ക് വേണ്ടി? അങ്ങനെ ഒരു ദിവസമുണ്ട്. നമുക്ക് വേണ്ടി പള്ളി മണിയടിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് വിളക്കുകൾ തെളിക്കാനായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുക. അന്ന് വിളക്ക് തെളിക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന സമയത്ത് ആവശ്യത്തിന് എണ്ണയില്ലാതെ വന്നാൽ തിരസ്കരിക്കപ്പെട്ട മനുഷ്യനായി നമ്മൾ മാറും. ഈ കാലഘട്ടത്തിൽ കർത്താവിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവേകം ഇതാണ്: ഞാൻ കരുതലുള്ള മനുഷ്യനാണോ എന്ന്. ഞാൻ കർത്താവിനെ സ്വീകരിക്കാനായി കരുതലുള്ള വ്യക്തിയാണോ എന്ന് എന്നോട് ചോദിക്കാനായി എനിക്കൊരു എളിമ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. എളിമയുടെ പുണ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വലയിലായതെല്ലാം വല വീശിയവൻ കുട്ടയിലെടുക്കില്ല, അല്ലേ? ഉപമയില് കൃത്യതയോടുകൂടി പറയുന്ന കാര്യം ഇതാണ്: കടലിൽ വലയെറിഞ്ഞതിന് ശേഷം കരയിലേക്ക് വലിച്ചു കയറ്റി വെച്ചിട്ട് എന്താ ചെയ്യുന്ന പ്രക്രിയ എന്താ? പിന്നെ ഒരു തരംതിരിക്കലുണ്ട്. ഇവിടെ അത്ര വലിയ ശീലമില്ലെങ്കിലും ഞങ്ങൾക്ക് നല്ല ശീലമുള്ളൊരു കാര്യമാണ് അത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. വല വലിച്ച് കൊണ്ടുവന്ന് കഴിയുന്ന സമയത്ത്, ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള ഒരു നല്ലൊരു വരുമാന മാർഗമായിരുന്നു ഇത്. വല വലിച്ച് കൊണ്ടുവന്ന് വലിയ ഒരു ടർപ്പോളയിൽ കൊണ്ടുവന്ന് അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ളൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിൽ നിന്ന് നല്ലതും മോശവും തിരിഞ്ഞു കൊടുക്കുക. അത് തിരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വല വീശിക്കൊണ്ടുവരുന്നവർക്ക് അതിന് നേരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെമ്മീൻ വേറെ വെക്കണം, വലിയ മീൻ വേറെ വെക്കണം, ചെറിയ മീൻ വേറെ വയ്ക്കണം, ഒന്നിനും കൊള്ളാത്ത പായലും ഇതൊക്കെ വേറെ വയ്ക്കണം. ഇത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് നിറച്ചവർ മീൻ തരും. ഈ തിരിയണതിനാകെ കിട്ടുന്ന പരിപാടി ഇതാണ്: ഒരു പ്ലാസ്റ്റിക് കവർ നിറച്ച് മീൻ തന്നുവിടും. അന്ന് പ്ലാസ്റ്റിക് കവറില്ലാത്തതുകൊണ്ട് അലൂമിനിയം പാത്രവും കൊണ്ടാണ് പോകുന്നത്. ആ പാത്രം നിറച്ച് മീൻ തന്നുവിടും. വലയിൽ കുടുങ്ങിയതെല്ലാം സ്വീകരിക്കപ്പെട്ടതല്ല. വലയിൽ കുടുങ്ങിയതെല്ലാം യോഗ്യതയുള്ളതുമല്ല. വലയിൽ കുടുങ്ങിയാൽ പോരാ, പിന്നെ എവിടെ കൂടി എത്തണം? അവൻ തിരഞ്ഞെടുക്കുന്ന കൂടയിൽ കൂടി നമ്മൾ പെടണം. വലയിൽ പെട്ടതുകൊണ്ട് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്വീകരിക്കപ്പെട്ടവരുമാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. വലയിൽപ്പെട്ടതിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കരുത്. നവീകരണത്തിന്റെ വലയ്ക്കുള്ളിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് വിചാരിച്ചേക്കരുത് സ്വർഗം കയ്യിൽ ഉണ്ടെന്ന്. നവീകരണത്തിന്റെ വലയ്ക്കുള്ളിൽ പെട്ടെന്ന് കരുതി ഒരാളും വിചാരിച്ചേക്കരുത് സ്വർഗം ഉറപ്പാണെന്ന് ഒരാളും വിചാരിക്കരുത്. വേർതിരിക്കുന്ന ഒരു കാലം വരെ നമുക്ക് എടുത്തെറിയപ്പെടാനുള്ള ഒരു ദുർവിനിയോഗം കൂടി നിലനിൽക്കുന്നുണ്ട്. വേർതിരിക്കുന്ന ഒരു കാലത്ത് എടുത്തു മാറ്റപ്പെടാനുള്ള ദുര്യോഗം വരെ നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ജാഗ്രത ജീവിതത്തിനുണ്ടാവണം.
എപ്പോഴും ഒരു ജാഗ്രത ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ ജാഗ്രതയോടുകൂടെ നിലനിൽക്കാനായിട്ട് കഴിയണം. നമ്മൾ ഈ എന്താ പറയുന്നത്, രത്നം വാങ്ങിയ വ്യാപാരിയുടെയും നിധിയുള്ള ഭൂമി കണ്ടുപിടിച്ച മനുഷ്യന്റെയും ഒക്കെ ഉപമ വായിക്കാറുണ്ട്. സ്വർഗരാജ്യത്തെ പറ്റിയാണ് കർത്താവ് പറഞ്ഞത്. സ്വർഗരാജ്യത്തെ പറ്റി കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്: സ്വർഗരാജ്യം നിധിയുള്ള ഒരു ഭൂമിക്ക് തുല്യം. സ്വർഗരാജ്യം വിലയേറെ രത്നം കണ്ടുപിടിച്ച വ്യാപാരിക്ക് തുല്യം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആണ്. നമ്മൾ ഈ ഉപമ, ഞാൻ ആ ഉപമയിലെ ഈ കർത്താവ് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് വിട്ടുകളയാനാണ് എനിക്ക് താല്പര്യം. കർത്താവ് പറഞ്ഞ ഈ വാങ്ങിയ മനുഷ്യനെ, അന്വേഷിച്ച മനുഷ്യനെയൊക്കെ വിട്ടുകളയാനാണ് എനിക്കിഷ്ടം. കർത്താവ് പറയാത്ത കഥാപാത്രത്തിനെയാണ് എനിക്കിഷ്ടം. ആരാ കർത്താവ് പറയാത്ത കഥാപാത്രം? ഈ ഭൂമിയുടെ, ഈ നിധി ഉള്ള ഭൂമിയിലെ കർത്താവ് പറയാതെ വിട്ടുകളയുന്നൊരു കഥാപാത്രം ഉണ്ട്. അതാരാ? ഭൂമി വിറ്റയാൾ. ഭൂമി വിറ്റയാൾ, രത്നം വിറ്റയാൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു സുപ്രഭാതത്തില് ഒരാൾ വന്ന് ഭൂമി ചോദിച്ചു, ഞാൻ ആ ഭൂമി എടുത്തു കൊടുത്തു. പിറ്റേ ദിവസം കാലത്തെ ആ മനുഷ്യൻ ആ ഭൂമിയിൽ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വിലയേറിയ രത്നം കിട്ടി. എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും നാൾ ഞാൻ അതിൻ്റെ മുകളിൽ ചവിട്ടി നടന്നതാ. ഇത്രയും നാൾ അത് എൻ്റെതായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ ചവിട്ടി നടക്കുകയായിരുന്നു. ഇത്രയും നാൾ ഞാൻ ചവിട്ടി നടന്ന മണ്ണില് ഇത്രയും വിലയുള്ളത് കിടപ്പുണ്ടെന്ന് ഞാൻ അറിയാതിരിക്കുകയും അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അത് വിറ്റുകളയുകയും ചെയ്തിട്ട് പിറ്റേന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുന്നു ഇതിന് ഇത്രയും വിലയുണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. കയ്യിലുള്ളതിൻ്റെ വില അറിഞ്ഞില്ലെങ്കിൽ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യും. അങ്ങനെയല്ലേ? കയ്യിലിരിക്കുന്നതിൻ്റെ വില അറിഞ്ഞില്ലെങ്കിൽ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യും. കയ്യിൽ കരുതി നടന്നിട്ട് അവസാന നിമിഷം പുറകെ വരുന്നവനത് സ്വന്തമാക്കുകയും ചെയ്യും. ഞാൻ ചവിട്ടി മെതിച്ച് നടന്നത് മറ്റൊരുത്തൻ പവിത്രമായി കയ്യിൽ ഏറ്റുവാങ്ങും. ഞാൻ ചവിട്ടി മതിച്ച് നടന്നത് മറ്റൊരുത്തൻ പവിത്രമായിട്ട് കയ്യിൽ ഏറ്റുവാങ്ങും. നമ്മളോട് തന്നെ പറയുന്ന ഉപമയാത്. ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്ന വലിയ സന്ദേശമായത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായത്. നമ്മൾ അറിയുന്നില്ല, വിലയറിയുന്നില്ല. എന്താണ് കൈവന്നതെന്ന് നവീകരണത്തിന്റെ അനുഭവം ലഭിച്ച മനുഷ്യന് തുറന്നിട്ട വാതിൽ എന്തെന്ന് നമുക്കറിയാതെ പോകുന്നു. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഈ നവീകരണത്തിൽ ഒരു ധ്യാനം കൂടിയതോടുകൂടെ, കുറച്ചു നാളായിട്ട് ഈ പ്രാർത്ഥനയിലൊക്കെ നടക്കുന്നതോടുകൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞേക്കുക: നവീകരണം എന്ന് പറയുന്നത് നിന്റെ മുന്നിൽ തുറന്നിട്ടൊരു വാതിലാണ്. സാധ്യതകളുടെ വാതിലിന്റെ പേരാണ് നവീകരണം. സാധ്യതകളുടെ വാതിലിന്റെ പേരാണ് നവീകരണം. ഇനി അങ്ങോട്ടൊരു പ്രയാണമുണ്ട്, ഇനി അങ്ങോട്ടൊരു യാത്രയുണ്ട്, ദീർഘയാത്ര. ദീർഘമായൊരു യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ട നിന്റെ ജീവിതത്തിന്റെ സമാപ്തി, പരിസമാപ്തി എന്ന് പറയുന്നത്, പൂർണ്ണതയിൽ എത്തിച്ചേരേണ്ട ഒരു യാത്രയുടെ പേരാ നവീകരണത്തിന്റെ യാത്രാവഴി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: നിന്റെ കയ്യിലെ നിധിയെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവുക. എന്തുകൊണ്ടോ ഈ കാലഘട്ടത്തിൽ അത് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, കുർബാനയെ പറ്റി പോലും നമുക്കുള്ള കാഴ്ചപ്പാട് വളരെ വികലമായി മാറുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ പാട്ട് പാടുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു വാക്കുണ്ട്: അപ്പമായി മാറിയ ക്രിസ്തു. അപ്പമായി മാറുന്ന ക്രിസ്തു. ക്രിസ്തു അപ്പമായി മാറുന്നു. ക്രിസ്തു അപ്പമായി മാറുന്നുണ്ടോ കുർബാനയിൽ? ക്രിസ്തു അപ്പമായി മാറുന്നുണ്ടോ കുർബാനയിൽ?
ക്രിസ്തു അപ്പമായല്ല മാറുക, മറിച്ച് അപ്പം ക്രിസ്തുവായ മാറുന്നത്. നമ്മളുടെ കുർബാന അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തു അപ്പമാകുന്ന പ്രക്രിയയാണ്. നമ്മുടെ കുർബാന അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തു അപ്പമാകുന്ന പ്രക്രിയയാണ്. എന്താ സംഭവിക്കുന്നത്? എന്താ ഈ പറയുന്ന വാക്കിന്റെ വ്യത്യാസം എന്താ? നമ്മുടെ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തു അപ്പമാകുന്ന പ്രക്രിയ, അല്ലാതെ അപ്പം ക്രിസ്തു ആകുന്ന പ്രക്രിയ അല്ല. നമ്മൾ എന്ത് ചെയ്യും? കുർബാന സ്വീകരിച്ചിട്ട് ആ കുർബാനയുടെ സത്തയെ മുഴുവനും നമ്മൾ ഇല്ലാതാക്കി നമ്മളാക്കി അങ്ങോട്ട് ക്രിസ്തുവിനെ മാറ്റും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? എന്റെ സത്തയെ കുർബാന മാറ്റുന്നുണ്ടോ? അപ്പത്തിന്റെ സത്തയെ കുർബാന പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന സമയത്ത് അപ്പത്തിന്റെ സത്ത ഇല്ലാതാവുകയും അത് ക്രിസ്തുവായി മാറുകയും ചെയ്യുന്നുവെങ്കിൽ കുർബാനയിൽ പങ്കുചേരുന്ന മനുഷ്യന്റെ മാനുഷികമായ ബലഹീനതകൾ ഇല്ലാതാവുകയും അവിടെ ക്രിസ്തുവിന്റെ ബലം പ്രകടമാകുകയും ചെയ്യണം. വേണ്ടേ? വേണ്ടേ? മാനുഷികമായ ബലഹീനതകളെ, അപ്പത്തിന്റെ ബലഹീനത, അപ്പത്തിന്റെ സത്ത എന്ന് പറയുന്ന അപ്പത്തിന്റെ ബലഹീനത പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയത്ത് ആ ബലഹീനത ഇല്ലാതാകുകയും ബലഹീനതകൾ മുഴുവനും എടുത്തു മാറ്റിയിട്ട് പൂർണ്ണതയുള്ള ക്രിസ്തുവായി അപ്പത്തിന്റെ സത്ത രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ബലഹീനതകളെ എടുത്തു മാറ്റുകയും അവിടെ ക്രിസ്തുവിന്റെ ബലം പ്രകടമാക്കുകയും ചെയ്യണം. ക്രിസ്തുവിന്റെ ബലം എന്നിൽ പ്രകടമാകുമെങ്കിൽ മാത്രമേ നിനക്ക് കുർബാന അനുഭവം ഉണ്ടെന്ന് പറയാൻ പറ്റൂ. നിന്നിൽ കുർബാന അനുഭവം ഉണ്ടെന്ന് നിനക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് ഈ ക്രിസ്തുവിന്റെ ബലം നിന്നിൽ പ്രകടമാകുമ്പോഴാണ്. നമ്മളിൽ അത് സാധ്യമാകുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മളിൽ അത് സാധ്യമാകുന്നില്ല. നാം സ്വീകരിക്കുന്ന കുർബാന നമ്മളിൽ പരിവർത്തനം വരുത്തുന്നില്ല. നാം സ്വീകരിക്കുന്ന കുർബാന നമ്മളിൽ മാറ്റം വരുത്തുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാതിലിൽ മുട്ടുന്ന സമയത്ത്, അവസാനത്തെ സമയത്ത് വാതിൽ മുട്ടിയിട്ട് പറയും, നീ ഞങ്ങളോടുകൂടെ വിരുന്നിലിരുന്നിട്ടുണ്ട്, ഞങ്ങളുടെ തെരുവീതികളിൽ നീ പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാതിൽ തുറന്നു തരണം. കർത്താവ് എന്ത് പറയും? കർത്താവ് എന്ത് പറയും? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്റെ തെരുവോരത്തിലെ പ്രസംഗങ്ങൾ കൊണ്ട്, നിന്റെ തെരുവിൽ ഞാൻ പ്രസംഗിച്ചതിന്റെ പേരിലോ, നീ എന്നോടുകൂടെ ഭക്ഷണത്തിനിരുന്നതിന്റെ പേരിലോ നീ എന്നോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നീ കരുതരുത്. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നീ കരുതരുത്. വാതിലിൽ മുട്ടുന്ന സമയത്ത് അവൻ വിളിച്ചു പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. 10-40 വർഷമായി നവീകരണത്തിന്റെ ബലമുള്ള മനുഷ്യനാ. 10-40 വർഷമായി കരസ്മാറ്റിക്കുകാരനാണെന്ന് അവകാശപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാള് അവസാനം വാതിൽ ചെന്ന് മുട്ടുന്ന നേരത്ത് കർത്താവ് എന്ത് പറയും? നല്ല ജയിലായിരിക്കും അല്ലേ? ഇത്രയും നാൾ നടന്നതിൻ്റെയൊക്കെ. എന്തുകൊണ്ടാ കർത്താവ് ഈ തെരുവോരത്തിൽ പ്രസംഗിച്ചിട്ടും ഒപ്പം ഭക്ഷിച്ചിട്ടും ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ അറിയില്ലെന്ന് പറഞ്ഞത്? തെരുവോരത്ത് അവൻ പ്രസംഗിച്ച്, ഞങ്ങളുടെ വഴികളിൽ, ഞങ്ങളുടെ ഇടനാഴികളിൽ നീ പ്രസംഗിച്ചിട്ടുണ്ട്, അവകാശവാദം അതാ. നിന്നോടൊപ്പം ഞങ്ങൾ ഭക്ഷണത്തിന് ഇരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ കർത്താവ് അവർ നിഷേധിച്ചു കളഞ്ഞത്? എന്തുകൊണ്ടാ? കർത്താവിനെ അറിയാത്തത് കൊണ്ടാ. കർത്താവിനെ അറിയാത്തത് കൊണ്ടാ. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനോട് കൂടെ ആസ്വദിക്കുന്നു, വിരുന്ന് ആസ്വദിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: നീ ആസ്വദിക്കുന്ന വിരുന്നിൽ നിന്റെ ഹൃദയം നിനക്ക് ജ്വലിക്കുന്ന അനുഭവം ഇല്ലാത്തിടത്തോളം കാലം നീ കർത്താവിനെ അറിയുന്നില്ല. എമ്മാവൂസ് അനുഭവത്തിന്റെ സമ്പന്നത ഏതാ? എമ്മാവൂസ് അനുഭവത്തിന്റെ സമ്പന്നത എന്ന് പറയുന്നത്, എമ്മാവൂസ് അനുഭവത്തില് അവർ കർത്താവിന്റെ കൂടെ ഇരുന്നു, അവനോടുകൂടെ ഭക്ഷിച്ചു തുടങ്ങിയ സമയത്ത് അവർക്കുണ്ടായ മാറ്റം എന്താ? അവർ ഉടനെ പറയുന്നുണ്ട്,
അവൻ കൂടെ നടന്ന സമയത്ത് പോലും നമ്മുടെ ഹൃദയം അവൻ ജ്വലിപ്പിക്കുകയായിരുന്നു, ഹൃദയം ജ്വലിക്കുകയായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ വളരെ കൃത്യതയോടുകൂടെ അതിനെ ഒന്ന് ചേർത്ത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വെളിപാട് പുസ്തകം പറയും, നീ ചൂടോ തണുപ്പുമില്ലാത്തവനായകയാൽ ഞാൻ നിന്നെ തുപ്പിക്കളയും, എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും. ഞാൻ സ്വീകരിക്കില്ല നിന്നെ, ഞാൻ നിന്നെ സ്വീകരിക്കില്ല. നിനക്ക് ചൂടുമില്ല തണുപ്പുമില്ല, നിനക്ക് ചൂടുമില്ല തണുപ്പുമില്ല. ഈ കാലഘട്ടത്തിൽ നവീകരണത്തിന്റെ അവസ്ഥ ഇത് തന്നെയാ, നിസ്സംഗത. ഒരു നിസ്സംഗതയുണ്ട്. ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി, ഇത്രയും കൊണ്ട് ആയി, ഇത്രയും കൊണ്ടൊക്കെ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു നിസ്സംഗത നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ കാലഘട്ടത്തെ ഒന്ന് തിരിച്ചറിയേണ്ടത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. നിസ്സംഗതയോടുകൂടിയ നമ്മൾ പല കാര്യത്തെയും കാണുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചേക്കുക, ഒരു കാര്യം കൃത്യതയോടുകൂടി മനസ്സിലാക്കുക, ആവർത്തിച്ച് പറയുന്നതിൽ വിരസത തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യം ഇത്രമേ ഉള്ളൂ. ഈ കാണുന്ന പ്രൗഢിയും, കത്തോലിക്ക സഭയിൽ ഈ കാണുന്ന പ്രൗഢിയും, ഈ കാണുന്ന ദേവാലയങ്ങളുടെ വലിപ്പവും കത്തോലിക്ക സഭയുടെ നിലനിൽപ്പിനുള്ള ഭാഗധേയമാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. ഒരാളും തെറ്റിദ്ധരിക്കരുത്. പ്രൗഢമായ തിരുനാളുകൾ നടത്തുന്നതിന്റെ പേരില്, ആഘോഷമായ വെടിക്കെട്ടുകൾ നടത്തുന്നതിന്റെ പേരില്, ആഘോഷമായ പാട്ടുകുർബാന ഉണ്ടാകുന്നതിന്റെ പേരില്, ആഡംബരമായ പള്ളി പണിത് വെച്ചതിന്റെ പേരിൽ കത്തോലിക്ക സഭ കേരളത്തിൽ നിലനിൽക്കുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അതാണ് പിശാച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച പാപം. അത് മാരക പാപമാ. പിശാച് നമ്മൾ കൊണ്ടുതരുന്ന ഒരു പാപമാ. അത് ഉണ്ടാവേണ്ടത്, കത്തോലിക്ക സഭയിൽ ഉണ്ടാവേണ്ടത് ആത്മാവിനെ തൊട്ടറിഞ്ഞ മനുഷ്യരുടെ കൂട്ടായ്മയാ. കത്തോലിക്ക സഭ ഉണ്ടായത് പ്രൗഢമായ കെട്ടിടങ്ങൾക്കുള്ളിലല്ല. കത്തോലിക്ക സഭയിൽ ആത്മാവിനെ സ്വീകരിച്ചതും പ്രൗഢമായ കൊട്ടാരങ്ങൾക്കുള്ളിലല്ല. കത്തോലിക്ക സഭ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്, ആത്മാവിനാൽ സമർപ്പിക്കാൻ കഴിവുള്ള മനുഷ്യരുണ്ടായപ്പോഴാ, ആത്മാവിനാൽ വിട്ടുകൊടുക്കാൻ, ആത്മാവിനെ തന്നെ പരിപൂർണമായും വിട്ടുകൊടുക്കാൻ സന്നദ്ധതയുള്ള മനുഷ്യരുണ്ടായപ്പോഴാണ് കത്തോലിക്ക സഭ വളർന്നത്. നമുക്ക് പറയാൻ പാരമ്പര്യമുണ്ട്. ആദ്യ നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയുടെ വിശുദ്ധമായ സാന്നിധ്യം ഇവിടെ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടെന്ന് തോമാസ് ശ്ലീഹായുടെ പാരമ്പര്യം മുതൽ നമ്മളിങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ പാരമ്പര്യവും ഇന്ന് കാണുന്ന പ്രൗഢിയും കത്തോലിക്ക സഭയ്ക്ക് തുണയാവില്ല എന്ന് ഉറച്ചു മനസ്സിലാക്കുക. ഇതൊന്നും കത്തോലിക്ക സഭയ്ക്ക് തുണയാവില്ല. നവീകരണം ഉണ്ടാകാത്തിടത്തോളം കാലം, നവീകരണത്തിൽ നിലനിൽപ്പുണ്ടാകാത്തിടത്തോളം കാലം, നിന്നിൽ കർത്താവ് തെളിച്ച അഗ്നിയെ കാത്തു സൂക്ഷിക്കാൻ നിനക്ക് കഴിയാത്തിടത്തോളം കാലം കത്തോലിക്ക സഭ നാശത്തിലേക്കാണെന്നുള്ളത് ഒന്നുറച്ച് വിശ്വസിക്കാനായിട്ട് കഴിയണം. നിന്നിൽ തന്ന അഗ്നി നിനക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കത്തോലിക്ക സഭയെ, കേരള കത്തോലിക്ക സഭയെ നീ കൊണ്ടുപോകുന്നത് ഇരുളിലേക്കാണെന്നുള്ള കാര്യം ഒരു ബോധ്യം നിനക്കുണ്ടാവുക. അതുകൊണ്ട് ഇരുളിലേക്കല്ല സഭയെ കൊണ്ട് നടക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെന്നെങ്കിലും ഒരു ബോധം ഹൃദയത്തിലുണ്ടാവണം. നമ്മളിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നമ്മിലൂടെ ഒരു മാറ്റം ഈ സമൂഹത്തിന്, ഈ കൂട്ടായ്മയ്ക്കുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നു, ഒരാൾക്കും സഭയെ സഹായിക്കാൻ കഴിയില്ല. നിനക്ക് കഴിയുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിനെ തൊട്ടറിയാൻ അവസരം ലഭിച്ച നിനക്ക് സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനും സഭയുടെ പുണ്യങ്ങളെ കാത്തു സൂക്ഷിക്കാനും കർത്താവ് നിയോഗിച്ചേൽപ്പിച്ച കാര്യങ്ങൾക്കനുസൃതമായ വിശ്വസ്ത ജീവിതം നയിക്കുവാനും നിനക്ക് കഴിയുന്നില്ല എങ്കിൽ കത്തോലിക്ക സഭയിലെ ഇരുളിൽ നിന്ന് കയറകയറ്റാൻ ഒരാൾക്കും കഴിയില്ല. ഇത് സഭയിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അടയാളവും അത്ഭുതവുമാണെന്നുള്ള ബോധ്യമുണ്ടാവട്ടെ.
നമ്മൾ എന്തുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഞാൻ പറയുന്നു, സഭയിൽ വരുന്ന ഈ മാറ്റത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സഭയിൽ വരുന്ന ഈ അപകടത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സഭയുടെ അടയാളപ്പെടുത്തലായി ആഡംബരങ്ങൾ മാറുന്ന സമയത്ത്, സഭയുടെ അടയാളപ്പെടുത്തലായി വലിയ തിരുനാളുകൾ മാറുന്ന സമയത്ത്, സഭയുടെ അടയാളപ്പെടുത്തലുകളായി വലിയ ദേവാലയങ്ങൾ മാറുന്ന സമയത്തൊക്കെ സഭയിൽ ഭിന്നതയും പതനവും ഉണ്ടായിട്ടുണ്ട്. എന്നൊക്കെ സാധാരണ മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഹൃദയം സമർപ്പിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ ഉണർന്നിട്ടുണ്ടോ, അന്ന് മാത്രമേ സഭ വളരുകയും വലുതാകുകയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമാണ്. ഇന്നായിരിക്കുന്ന ചിന്തയിൽ നിന്ന് വേറിട്ടൊരു ചിന്ത നമുക്കുണ്ടാവണം. ഇന്നുകൊണ്ട് നടക്കുന്ന ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറേ ഉണർവോടുകൂടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. കർത്താവ് പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. ആത്മാവിനെ സ്വീകരിക്കാനായി ഒരുങ്ങിയവരോട് കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്. ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ, സഹായകൻ വരുന്നത് വരെ ജെറുസലേം വിട്ടുപോകരുത്. ജെറുസലേം വിട്ടുപോകരുത്. ഒരുവന് ശക്തി ലഭിക്കുന്നത് വരെ, ഉറപ്പ് ലഭിക്കുന്നത് വരെ അവനവന്റെ പ്രാർത്ഥനയുടെ ബലത്തിൽ നിൽക്കാൻ പറ്റണം. കൂട്ടായ്മയുടെ ബലത്തിൽ നിൽക്കാൻ കഴിയണം. കൂട്ടായ്മയുടെ സമഗ്രതയിൽ നിൽക്കാനായിട്ട് കഴിയണം. ഇന്ന് മനുഷ്യന് നവീകരണം പോലും എന്തിനു വേണ്ടിയുള്ളതാ? കരസ്മാറ്റിക് നവീകരണം ഇപ്പൊ എന്തിനു വേണ്ടിയുള്ളതാ? ഈ കാലഘട്ടത്തിൽ കരസ്മാറ്റിക് നവീകരണം എന്തിനു വേണ്ടിയുള്ളതാ? ഈ കാലഘട്ടത്തിൽ കരസ്മാറ്റിക് നവീകരണത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? നിറവേറ്റാനുള്ള ധർമ്മം എന്താ? പ്രധാനപ്പെട്ട ധർമ്മം, കരസ്മാറ്റിക് നവീകരണത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? രോഗശാന്തി ഉണ്ടാവുക, പുറത്തേക്ക് പോകാൻ വിസ കിട്ടുക, ജർമ്മനി പോകാൻ പറ്റുക, ആഗ്രഹിക്കുന്ന കോഴ്സ് കൂടാൻ പറ്റുക, പരീക്ഷയിൽ ജയിക്കുക. ആരാ പറഞ്ഞത് കരസ്മാറ്റിക്കിൻ്റെതാണെന്ന്? കർത്താവ് തൻ്റെ കൂടെ നടന്നവരോട് കൃത്യമായിട്ട് പറഞ്ഞു, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നമ്മളോടത് പറയുമോ? നമ്മളോടത് പറയുമോ? അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരൊരു കാര്യം, ഇത് വിവാദമായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ എന്നോട് ക്ഷമിച്ചേക്കുക. ഞാനൊരു കാര്യം, എനിക്ക് വളരെ സങ്കടത്തോടുകൂടി തോന്നുന്ന ഒരു കാര്യം ഞാൻ എല്ലായിടത്തും പറയും. കർത്താവ് ഈശോ മിശിഹ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയതിന് ശേഷം ആ കൊടവും കഷത്ത് വെച്ചല്ല അടുത്ത സ്ഥലത്തേക്ക് പോയത്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ കൃത്യതയോട് ഓർത്തിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പാണ്, എന്നോട് കൂടെ കർത്താവുണ്ടെന്നുള്ള ഉറപ്പല്ലാതെ നിന്റെ ജീവിതത്തിന്റെ വചന സാക്ഷ്യത്തിന് മറ്റൊരു സാക്ഷിയുടെ ആവശ്യമില്ല. നിന്റെ ജീവിതത്തിന്റെ വചന സാക്ഷ്യത്തിന് നീ തന്നെയാണ് സാക്ഷ്യം. നിന്റെ ജീവിതം തന്നെയാണ് സാക്ഷ്യം. നീയാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും നമ്മളോട് ചോദിക്കുന്ന, നവീകരണത്തിന്റെ ജീവിതം നയിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാ. നിനക്ക് സാക്ഷിയായി മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കാൻ നിനക്ക് കഴിയുമോ എന്നുള്ളതാ ചോദ്യമുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് 5ാം സുവിശേഷം ഉണ്ടാകാനാ. ഈ കാലഘട്ടത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് 5ാം സുവിശേഷം ഉണ്ടാകാനാ. 4 സുവിശേഷം എഴുതപ്പെട്ടു, കഴിഞ്ഞു. 4 സുവിശേഷം എഴുതപ്പെട്ടു, അത് കഴിഞ്ഞു. 5ാം സുവിശേഷം ഉണ്ടാകണമെന്ന കർത്താവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. എന്താ 5ാം സുവിശേഷം? എന്താ 5ാം സുവിശേഷം? കാനായിലെ കല്യാണത്തിന് 6 കൽഭരണികൾ ഉണ്ടായിരുന്നു.
ബൈബിളിന്റെ ഭാഷ്യമനുസരിച്ച് പൂർണ്ണതയുടെ സംഖ്യ എത്രയാ? 7. ഒരു ശുഭകരമായ കാര്യം നടക്കുന്ന സ്ഥലത്ത് അശുഭകരമായ 6 കൽഭരണി വെക്കുമോ? കല്യാണമാണ്, ഒരു ശുഭകരമായ കാര്യം നടക്കുകയാണ്. നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ ഈ വിദേശികൾ ഈ കാര്യത്തിലൊക്കെ വളരെ ഇതുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അന്ധവിശ്വാസം നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല, ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ഇറ്റലിയിലായിരുന്ന സമയത്ത് ഒരു സമയത്ത് ഞാൻ ഈ മഴയത്ത് തിരിച്ചു വന്ന് കുട നിവർത്തി വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ വികാരച്ചൻ ഓടി വന്നിട്ട് പറഞ്ഞു, മടക്കി വെക്കാൻ പറഞ്ഞു, കുട ചുരുക്കി വെക്കാൻ പറഞ്ഞു. ഞാൻ നമ്മുടെ ഇവിടുത്തെ ശീലം കൊണ്ട് ഞാൻ നിവർത്തി വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇവിടെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാനത് ചുരുക്കി വെച്ചിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് വികാരച്ചൻ്റെ അപ്പനെ കണ്ടപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പ്രശ്നം? പുള്ളി പറഞ്ഞ ഇതാണ്, കുട ഒരിക്കലും ഇങ്ങനെ വീടിനകത്ത് നിവർത്തി വയ്ക്കാൻ പാടില്ല. കാരണം പുറത്തുള്ള അന്ധകാര ശക്തികളൊക്കെ ഈ കുടയുടെ അകത്ത് പോരും. അതിങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് വീടിൻ്റെ അകത്തേക്കും കയറും. ഇറ്റലിയിൽ ഞാൻ കേട്ട കാര്യം. അപ്പോൾ ഇതിനൊക്കെ ശുഭം അശുഭം എന്ന് പറയുന്ന കാര്യത്തിന് എല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണ വിരുന്നിൽ എന്തുകൊണ്ടാണ് 6 കൽഭരണി വന്നത്? കാനായിലെ കല്യാണ വിരുന്നിൽ 6 കൽഭരണി വന്നത് എന്തുകൊണ്ട്? കാനായിലെ കല്യാണ വിരുന്ന് ആദ്യത്തെ അത്ഭുതം, കർത്താവ് പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം അപൂർണമായ അടയാളമാണ്. കാനായിലെ കല്യാണ വിരുന്ന് അപൂർണമായ അടയാളമാണ്. 7ാമത്തെ കൽഭരണിയായി നിന്റെ നേരെ അവന്റെ കരം വീഴുമ്പോഴേ അത് പൂർണ്ണമാകൂ. കർത്താവിന്റെ ആദ്യത്തെ അടയാളം, ആദ്യത്തെ അത്ഭുതം പൂർത്തീകരിക്കപ്പെടുന്നത് നിന്റെ നേരെ കർത്താവ് കരം നീട്ടി പിടിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാകൂ. നിന്റെ നേരെ കരം നീട്ടി പിടിക്കുകയും നീ നിന്റെ ഇല്ലായ്മകളെ, നിന്റെ ബലഹീനതകളെ കർത്താവിന്റെ ആശീർവാദം കൊണ്ട് നിറവാക്കി മാറ്റിയെടുക്കുമ്പോൾ മാത്രമാണ് കാനായിലെ കല്യാണ വിരുന്ന് പൂർത്തീകരിക്കപ്പെടുക, വിശുദ്ധമാവുക. അതുകൊണ്ട് തന്നെയാണ് എല്ലാം പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ്. കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ്. ബൈബിൾ മുഴുവനും പൂർണ്ണതയിലേക്കുള്ളൊരു സഞ്ചാരമാണ്, പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം എന്ത് ചെയ്തു? ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചു. വെളിപാട് പുസ്തകത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒന്നിൽ നിന്നും തുടങ്ങി പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് കർത്താവിന്റെ പദ്ധതി. ആദ്യത്തെ ബലി, കായന്റെയും ആബേലിന്റെയും ബലി, അവിടെ തകർന്നു വീഴുന്ന ഒരു മനുഷ്യൻ ആരാണ്? കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ? ദൈവം ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? ഉത്തരം എവിടെയാ? ഉത്തരം എവിടെയാ? നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ഉത്തരം. ആബേൽ വളർന്ന് വലുതായി കുരിശിൽ ചെന്നെത്തുന്നിടത്ത് ഈ സഹോദരനെ കാണും. കർത്താവ് അതുകൊണ്ടാണ് തൻ്റെ കൂടെ ഇരുന്നവരോട് ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ഈ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാ. ബൈബിളുടനീളം പൂർണ്ണതയിലേക്ക് വളർച്ചയാ. കർത്താവിന്റെ ആദ്യത്തെ അടയാളം എന്താണ്? വെള്ളം വീഞ്ഞാക്കി. അവസാനത്തെ അടയാളം എന്താ? ആദ്യത്തെ അടയാളം വെള്ളം വീഞ്ഞാക്കി. അവസാനത്തെ അടയാളം എന്താ? വീഞ്ഞ് കുർബാനയാക്കി. കാനായിലെ കല്യാണ വിരുന്നിന്റെ ആഘോഷത്തെ ഒടുവിലത്തെ അത്താഴമേശയിൽ കൊണ്ടുവന്നെത്തിച്ചിട്ടാണ് അത് പൂർത്തീകരിച്ചത്. തുടക്കം കുറിച്ചതൊക്കെ അതേ നന്മയിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നിടത്ത് മാത്രമേ ബൈബിളിന്റെ സന്ദേശം നിന്നിലെത്തി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. തുടക്കം കുറിച്ചതൊക്കെ അതേ നന്മയിൽ നിനക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നിടത്ത് മാത്രമേ ബൈബിളിന്റെ സന്ദേശം നിന്നിലെത്തി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നിന്നെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ ജീവിതത്തിന് തുടക്കം കുറിച്ച സമയത്ത് നിന്റെ മേത്ത്, നിന്റെ ശരീരത്തിൽ ഒരു വെള്ളവസ്ത്രം ഇട്ടു. മാമോദീസയുടെ സമയത്ത് ഒരു വെള്ളവസ്ത്രം ഇട്ടു. അതിന്റെ പൂർത്തീകരണം എവിടെയാ? അതിന്റെ പൂർത്തീകരണം എവിടെയാ? മരിച്ചു കഴിയുമ്പോ അതിന്റെ പൂർത്തീകരണം വെളിപാട് പുസ്തകത്തിൽ പറയും, കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ചോദിക്കും, അവരാരെന്ന് ചോദിക്കും. ചോദ്യത്തിന് ഉത്തരം എന്താണ്? കുഞ്ഞാടിന്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ചെടുത്ത മനുഷ്യർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ചെടുത്ത മനുഷ്യർ. ഇതൊരു യാത്രയാണ്.
ഇതൊരു തുടർയാത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ട് അറിയുക, കർത്താവ് പറഞ്ഞ പാപങ്ങളുടെ, ബൈബിൾ പറയുന്ന പാപങ്ങളുടെ ഗണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിത വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. നമുക്ക് ഇത് രണ്ടും പാപമാണ്. ഈ പറയുന്ന പാപമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഏത്? ജീവിത വ്യഗ്രത പാപമായിട്ട് നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. നവീകരണത്തിൻ്റെ ഒരു പിന്നോക്കം പോകുന്നതിന് ഈ പാപം വളരെ പ്രധാനപ്പെട്ടതാണ്. ആണോ? നവീകരണത്തിൻ്റെ പിന്നോക്കം പോകുന്നതിന് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ഈ പാപം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിത വ്യഗ്രതകൾ കൊണ്ടാണ് നമ്മൾ പിന്നോക്കം പോകുന്നത്. ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ കാലഘട്ടം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: പുതുതായൊന്നും വെളിപ്പെടുത്തപ്പെടാനില്ല, പുതുതായൊന്നും അവതരിപ്പിക്കപ്പെടാനുമില്ല. ഒന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ: നീ ആരെന്നറിയുക, നിന്നിൽ കർത്താവ് വയ്ക്കുന്ന പ്രതീക്ഷ എന്തെന്നറിയുക, നിന്നോട് കർത്താവ് ആവശ്യപ്പെടുന്നത് എന്തെന്ന് നീ അറിയുക. വാതിലിൽ മുട്ടുന്ന സമയത്ത് എണ്ണ തീർന്നു പോയ മനുഷ്യരായി മാറാതിരിക്കാൻ ജാഗ്രതയോടുകൂടി ജീവിക്കാൻ കഴിയുക.